ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. പെഹൽഗാം ഭീകരാക്രമണത്തിന് എങ്ങനെ തിരിച്ചടി നൽകണമെന്ന് സൈന്യത്തിന് തീരുമാനിക്കാമെന്ന പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്തിന് പിന്നാലെ രാജ്യതലസ്ഥാനത്ത് തിരക്കിട്ട നീക്കങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ രാഷ്ട്രീയ സുരക്ഷാ സാമ്പത്തിക കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭാ ഉപസമിതി യോഗങ്ങൾ ചേർന്നു. ഉച്ചതിരിഞ്ഞ് 3 മണിക്കാണ് കേന്ദ്ര സർക്കാർ തീരുമാനങ്ങൾ വിശദീകരിച്ചുള്ള നിർണായക വാർത്താ സമ്മേളനം. അതേസമയം പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരെ പിടികൂടാൻ സുരക്ഷാ സേന വലിയ രീതിയിൽ തെരച്ചിൽ തുടരുകയാണ്. വിനീത വി ജി ഡൽഹിയിൽ നിന്നും, ഹഷ്മി താജ് ഇബ്രാഹിം ശ്രീനഗറിൽ നിന്നും വിവരങ്ങൾ നൽകും. വിനീത, ഡൽഹിയിലെ യോഗങ്ങളുടെ തീരുമാനം വരാനിരിക്കുന്നതേ ഉള്ളൂ. 3 മണിക്കാണ് വാർത്താ സമ്മേളനം നടക്കാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട 3 യോഗങ്ങൾ സുരക്ഷാ കാര്യങ്ങൾക്കും സാമ്പത്തിക കാര്യങ്ങൾക്കും രാഷ്ട്രീയ കാര്യങ്ങൾക്കുമുള്ള മന്ത്രിസഭാ ഉപസമിതി പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. എന്താണ് ഡൽഹിയിലെ സാഹചര്യം? കടുത്ത നടപടിക്ക് പ്രധാനമന്ത്രി തന്നെ രാഷ്ട്രീയ നിർദ്ദേശം, രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അനുമതി ഇന്നലെ സേനയ്ക്ക് കിട്ടിയതാണ്. അതെപ്പോൾ നടപ്പാകുമെന്നാണ് ഇനി അറിയാനുള്ളത്. വിജയകുമാർ, ഞാനിപ്പോഴും നിൽക്കുന്നത് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിലാണ്. ഇപ്പോൾ യോഗം പൂർത്തിയാക്കി ഇവിടെ നിന്ന് മറ്റു മന്ത്രിമാർ പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മന്ത്രിമാരൊക്കെ തന്നെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പക്ഷേ അതേസമയം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോഴും പ്രധാനമന്ത്രിയുടെ വസതിയിൽ തന്നെ തുടരുകയാണ്. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട 4 യോഗങ്ങളാണ് ഇന്ന് ചേർന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ ആദ്യ യോഗം, ഈ 4 യോഗങ്ങളും പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ തന്നെയാണ് ചേർന്നിരുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ ഇപ്പോൾ അമിത്ഷായ്ക്കൊപ്പം വന്ന വാഹന വ്യൂഹമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ യോഗം പൂർത്തിയാക്കി ഇനി അമിത്ഷായും പിന്നാലെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാജ്നാഥ് സിംഗ് അടക്കമുള്ള മറ്റ് കേന്ദ്രമന്ത്രിമാരൊക്കെ തന്നെ യോഗം പൂർത്തിയായതിന് പിന്നാലെ അമിത്ഷായുടെ വസതിയിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായും പറയുന്നത് 3 മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുകയാണ്. ഈ ക്യാബിനറ്റ് അടക്കമുള്ള തീരുമാനങ്ങൾ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ അതെന്താണെന്നുള്ളത് നമുക്ക് 3 മണിക്ക് അറിയാൻ കഴിയും. ഇന്നലെ ചേർന്ന യോഗത്തിലും നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. തുടർന്ന് ഈ സംയുക്ത സേനയ്ക്ക് ഇതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം കൂടി നൽകിയിട്ടുണ്ട്. ഈ തിരിച്ചടി എവിടെ, എപ്പോൾ, എങ്ങനെ വേണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് അത് സേനാംഗങ്ങൾക്ക്, സേനാ മേധാവിമാർക്ക് തീരുമാനിക്കാമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ യോഗം പൂർത്തിയായിരിക്കുന്നു. സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട്. ഒപ്പം തന്നെ രാഷ്ട്രീയകാര്യ സമിതി, ധനകാര്യ സമിതി യോഗങ്ങളും ചേർന്നിട്ടുണ്ട്. ഈ യോഗങ്ങളിൽ ഏറ്റവും പ്രധാനമായും സൈനിക നീക്കങ്ങൾ, ഒപ്പം തന്നെ അതിർത്തിയിൽ പാകിസ്ഥാൻ ഇപ്പോഴും പ്രകോപനം തുടരുന്ന പശ്ചാത്തലമുണ്ട്. ഇന്നും ഈ ഭീകരാക്രമണം ഉണ്ടായി തൊട്ടു പിന്നാലെ എല്ലാ ദിവസവും കാണാൻ കഴിഞ്ഞത് ഇന്ന് രീതിയിലുള്ള പ്രകോപനം അതിർത്തികളിലടക്കം പാക് പോസ്റ്റുകളിൽ നിന്ന് വെടിയുതിർക്കുന്ന സാഹചര്യം ഉണ്ടായി. ജമ്മുവിന്റെ ഏറ്റവും അടുത്തുള്ള അതിർത്തി അഗ്നൂരിലേക്കടക്കം ഇങ്ങനെയുള്ള ഒരു പ്രകോപനം പാകിസ്ഥാൻ തുടരുന്ന പശ്ചാത്തലമുണ്ട്. ഈ സാഹചര്യത്തിൽ ഇനി തുടർ നടപടികൾ ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം, ഒപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ, അതിർത്തിയിൽ ഇതിനോടകം വിന്യസിച്ച സുരക്ഷാ സംവിധാനങ്ങൾ, അതിലേതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ടോ? ഒപ്പം ഏറ്റവും രഹസ്യ നീക്കം നടക്കുന്നത് സൈനികവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നീക്കം തന്നെയാണ്. അത് ഇന്നലെ തന്നെ സേന വളരെ കൃത്യമായി തന്നെ സേന പറഞ്ഞതുമാണ്. ഈ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്, പക്ഷേ സൈനിക നീക്കങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഔദ്യോഗികമായി അറിയിക്കാൻ നിർവാഹമില്ല, അത് അതീവ രഹസ്യമായിരിക്കുമെന്ന് തന്നെ ഇന്നലെ സേനാ വിഭാഗങ്ങൾ വ്യക്തമാക്കിയതാണ്. ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള നിർണായക നീക്കങ്ങൾ, ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള അവരുടെ സേനാ നീക്കങ്ങളുടെ പുരോഗതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ നിർണായക നീക്കങ്ങൾ ഇതിനോടകം തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പാകിസ്ഥാൻ ഉൾപ്പെടെ അല്പസമയം മുൻപ് പറഞ്ഞത് അവർക്ക് ലഭിച്ചിരിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് അടുത്ത ഒരു നിർണായകമായിട്ടുള്ള അടുത്ത 36 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ തിരിച്ചടി നൽകുമെന്ന ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് ഞങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ടെന്ന് പാകിസ്ഥാൻ തന്നെ പറയുന്ന പശ്ചാത്തലമുണ്ട്. ഞങ്ങൾ ഇതാ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു, തിരിച്ചടിക്ക് ഞങ്ങൾ തയ്യാറെന്ന സംയുക്ത സേന ഇതിനോടകം തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ആ മിഷൻ ദൂരെയല്ല, അടുത്തായി എന്ന് ഇപ്പോൾ നാവികസേനയുടെ പ്രതികരണം വന്നിരിക്കുന്നു. ഇങ്ങനെ മൊത്തത്തിൽ നമ്മൾ ഈ ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു നീക്കം, ഒരു സൈനിക നീക്കമടക്കം അതിശക്തമായി തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർണായക തീരുമാനങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി ആ തീരുമാനങ്ങൾ എന്തൊക്കെ, ഏതെങ്കിലും മേഖലയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ, അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്ന് 3 മണിക്ക് അറിയാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 3 മണിക്ക് പ്രത്യേക വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രിമാർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ഈ സൈനിക നീക്കങ്ങൾക്ക് അപ്പുറം ഇനി കൂടുതൽ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങളിലേക്ക് കടക്കുമോ എന്നൊരു കാര്യം കൂടിയുണ്ട്. കാരണം നേരത്തെ നയതന്ത്ര മേഖലയിലടക്കം കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇന്നലെ നമുക്ക് ലഭ്യമായ ചില റിപ്പോർട്ടുകൾ ഈ വ്യോമ പാതയിലും ഒപ്പം തന്നെ ഇന്ത്യൻ തുറമുഖങ്ങളിലുമൊക്കെ ഈ പാക് വിമാനങ്ങൾക്കും ഒപ്പം പാക് കപ്പലുകൾക്കും നിരോധനം ഏർപ്പെടുത്തിയേക്കുമെന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അത് സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ
കാത്തിരുന്നു തന്നെ അറിയണം. ഏതാണെങ്കിലും 3 മണിക്ക് പ്രത്യേക വാർത്താ സമ്മേളനത്തിൽ യോഗ തീരുമാനങ്ങൾ കേന്ദ്രമന്ത്രിമാർ തന്നെ അറിയിക്കും. നിർണായകമായിട്ടുള്ള യോഗം ഇപ്പോൾ അമിത്ഷായുടെ വസതിയിൽ പൂർത്തിയാക്കിയിരിക്കുന്നു. അമിത്ഷാ ഇപ്പോഴും പ്രധാനമന്ത്രിയുടെ വസതിയിൽ പൂർത്തിയാക്കിയിരിക്കുന്നു. അമിത്ഷാ ഇപ്പോഴും പ്രധാനമന്ത്രിയുടെ വസതിയിൽ തന്നെ തുടരുകയാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പ്രധാനമന്ത്രിയുടെ വസതിയാണ്. ഈ വസതിയിലാണ് നിർണായകമായിട്ടുള്ള യോഗങ്ങൾ നടന്നിരിക്കുന്നത്. 4 സുപ്രധാന യോഗങ്ങൾക്കും പ്രധാനമന്ത്രി അധ്യക്ഷത വഹിച്ചു. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഇപ്പോൾ ആ യോഗങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. മറ്റ് കേന്ദ്രമന്ത്രിമാരൊക്കെ തന്നെ യോഗം പൂർത്തിയായതിന് പിന്നാലെ മടങ്ങി. അമിത്ഷാ ഇപ്പോഴും പ്രധാനമന്ത്രിയുടെ വസതിയിൽ തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ, ഇതിനോടകം സേന സ്വീകരിച്ച നടപടിക്രമങ്ങളെല്ലാം യോഗം ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി അറിയേണ്ടത് എന്താണ് തുടർ നീക്കം, സൈനിക നടപടികൾ ഉണ്ടാകുമോ, കൂടുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമോ ഒക്കെ നമുക്ക് 3 മണിക്ക് അറിയാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ കൂടുതൽ നയതന്ത്ര പ്രതിരോധം പാകിസ്ഥാന് മേൽ കൊണ്ടുവരാനായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ തീരുമാനങ്ങൾ. അതായിരിക്കാം 3 മണിക്ക് വിശദീകരിക്കുക. സൈനിക നടപടികളൊക്കെ സംബന്ധിച്ച് അത് സംഭവിക്കുകയാണ്. അക്കാര്യത്തിൽ ഒരു വിശദീകരണം ഇനിയിപ്പോൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നില്ല. നയതന്ത്ര തീരുമാനങ്ങളായിരിക്കാം ഒരുപക്ഷേ അല്പസമയത്തിനകം 3 മണിക്ക് വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കാൻ സാധ്യത. ഹാഷ്മി താജ് ഇബ്രാഹിം അനന്തനാഗിൽ നിന്നാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഹാഷ്മി, ഒരു ലക്ഷ്യവും അകലെയല്ല എന്ന് നാവികസേന ഇന്ന് പടക്കപ്പലുകളുടെ ദൃശ്യങ്ങൾ സഹിതം, ചിത്രങ്ങൾ സഹിതം അവർ സമൂഹ മാധ്യമ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വരാനിരിക്കുന്ന സൈനിക നടപടിയുടെ വളരെ വ്യക്തമായ സൂചനയാണ് ഇത്. മുൻപെങ്ങുമില്ലാത്ത തരത്തിൽ സേനാ വിഭാഗങ്ങൾ സജ്ജരായി എന്ന് അവർ തന്നെ ജനങ്ങളോട്, രാജ്യത്തോട് പറയുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ കണ്ടു. ഈ ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരരെ വളഞ്ഞിട്ടുണ്ട് സേന എന്നത് ഉറപ്പാണ്. അതിൻ്റെ വിവരങ്ങൾ ഒരുപക്ഷേ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നില്ല. അവരെ ജീവനോടെ പിടികൂടുക എന്നതാണ് രാഷ്ട്രീയ നേതൃത്വം സേനയ്ക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇതിലെ പാക് പങ്കിന് കൂടുതൽ തെളിവ് നേരിട്ട് ലോകത്തോട് പറയാൻ അതാണ് നല്ലത് എന്നൊരു നിർദ്ദേശം അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കാത്ത വിവരങ്ങളുണ്ട്. എന്താണ് തെരച്ചിൽ സംബന്ധിച്ച് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റുന്ന വിവരങ്ങൾ, നൽകാൻ പറ്റുന്ന വിവരങ്ങൾ? ഉറപ്പായും വിജയകുമാർ, ഒരു ദൗത്യവും അകലെയല്ല, ഒരു കടലും ഞങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയാത്തത്ര വിസ്തൃതിയുള്ളതല്ല എന്ന വലിയ കോൺഫിഡൻസ് രേഖപ്പെടുത്തുന്ന ഒരു പോസ്റ്റാണ് നാവികസേന. നമുക്ക് നേരത്തെ അറിയാം, ഇന്നലത്തെ യോഗത്തിലടക്കം സേനയ്ക്ക് ബ്ലാങ്ക് ചെക്ക് നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രി. 3 സേനകളും പൂർണ്ണമായി സജ്ജമാണ്. ഒരൊറ്റ ഉത്തരവിനപ്പുറം ബാക്കി കാര്യങ്ങളൊക്കെ സജ്ജമാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയും. നമ്മൾ ഈ ദിവസങ്ങളിൽ ബാരാമുള്ളയിലടക്കം, ഉറിയിലടക്കം, ഈ പറഞ്ഞ രജൌരിയിലടക്കം അതിർത്തി മേഖല, അതിർത്തി ഗ്രാമങ്ങളിലൊക്കെ സഞ്ചരിക്കുകയാണ് വിജയകുമാർ. അവിടങ്ങളിലൊക്കെ ജനങ്ങൾക്ക് അവർക്കൊരു പ്രത്യേക മുന്നറിയിപ്പ് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അത്തരത്തിൽ ബങ്കറുകൾ തയ്യാറാക്കുക, അല്ലെങ്കിൽ ഒരു ഏറ്റുമുട്ടൽ കാലത്ത് ഏത് രീതിയിലാണ് അതിർത്തി ഗ്രാമങ്ങൾ പെരുമാറുക, ആ പെരുമാറ്റം ഇപ്പോൾ തന്നെ തുടങ്ങിയിരിക്കുന്നു പല സ്ഥലങ്ങളിലും എന്നത് വ്യക്തമാണ്. അവരുടെ ഉള്ളിൽ ആശങ്കകളില്ല. അവരുടെ ഉള്ളിൽ നമ്മൾ നേരിട്ട കൊടിയ അനീതിക്ക് പകരം വീട്ടണം എന്ന് പറഞ്ഞ പലരെയും നമ്മൾ അതിർത്തി ഗ്രാമങ്ങളിൽ കണ്ടു. വിജയകുമാറിന്റെ തെരച്ചിലേക്ക് വന്നാൽ ഈ ഹാഷിം മൂസ എന്ന് പറയുന്ന ആളുടെ പങ്ക് അതിപ്രധാനമാണ്. ഹാഷിം മൂസയെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഹാഷിം മൂസ കൊടിയ തീവ്രവാദിയാണ്, കൊടിയ ഭീകരവാദിയാണ് വിജയകുമാർ. അയാൾ പാകിസ്ഥാന്റെ നേരത്തെയുള്ള പാരാ കമാൻഡോ ആയിരുന്നു. പാകിസ്ഥാന്റെ സ്പെഷ്യൽ ടീമിൽ അംഗമായിരുന്ന ഒരാളാണ് ഈ ഹാഷിം മൂസ. പ്രത്യേക കമാൻഡോ പരിശീലനം കിട്ടിയ ആളാണ്. അതിനുശേഷം അയാൾ ലഷ്കർ ഇ തോബയിലേക്കും പിന്നീട് ഈ പറഞ്ഞ TRF-ലേക്കും എത്തിച്ചേർന്നു. 2023 ഇന്ത്യയിലേക്ക് എത്തിയ ആളാണ്. വലിയ പരിശീലനം കിട്ടിയ ആളാണ്. എന്ന് പറഞ്ഞാൽ ഇത്തരം ഘോര വനങ്ങളിൽ, നിബിഡ വനങ്ങളിൽ പതിയിരിക്കുക, അവിടെ നിന്ന് ചാടിയിറങ്ങി ഇത്തരം നികൃഷ്ട പ്രവർത്തനങ്ങൾ നടത്തുക, തിരികെ ആ നിബിഡ വനത്തിലേക്ക് മാഞ്ഞു പോവുക എന്നതിൽ വലിയ പരിശീലനം കിട്ടിയ ആളാണ് ഈ ഹാഷിം മൂസ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അയാളെ ജീവനോടെ പിടിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാന ലക്ഷ്യം. ഒരുപക്ഷെ ഒരു പഹൽഗാം വനമേഖലയിൽ നിന്നും ഒരു വാർത്ത വൈകാനുള്ള കാരണം ജീവനോടെ പിടിക്കുക എന്നത് തന്നെ പ്രധാനമാണ്. നേരത്തെ പറയുന്നത് പോലെ നമുക്ക് ആ തെരച്ചിലുമായി ബന്ധപ്പെട്ട പൂർണ്ണ കാര്യങ്ങൾ പറയാൻ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും ഏറ്റുമുട്ടൽ തുടരുന്നു, കൃത്യമായ ട്രാക്കിംഗ് നടക്കുന്നു. കുൽഗാം മേഖലയിൽ ഏതാണ്ടൊരു മുഖാമുഖം ഏറ്റുമുട്ടലിന്റെ അടുത്തേക്ക് വന്നതാണ്. അതിനുശേഷം കുൽഗാമിൽ നിന്നും മറ്റൊരു സമീപത്തുള്ള വനമേഖലയിലേക്ക് ആ സംഘം കടന്നു. കൃത്യമായി ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം വിജയകുമാർ, നമുക്ക് 100% ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത് ഇവർ എന്തായാലും ആ മേഖല വിട്ടുപോകാൻ അവർ കഴിഞ്ഞിട്ടില്ല. അവർ പാകിസ്ഥാനിലേക്കോ ജമ്മു മേഖലയിലേക്കോ പോലും കടക്കാൻ അവർ കഴിഞ്ഞിട്ടില്ല. അതുപോലെ വലിയ പ്രതിരോധം തീർത്തുന്നു സൈന്യം. അതിലെ പ്രധാനപ്പെട്ട ഒരു കൺസേൺ അത് തന്നെയാണ്. ഡെഡായി പിടിക്കുന്നതിനേക്കാൾ കൂടുതൽ ജീവനോട് പിടിക്കൽ അതിപ്രധാനമാണ്. കാരണം ഹാഷിം മൂസയുടെ ഈ കൃത്യമായ പാക് ബന്ധം, അയാളെ ഇങ്ങോട്ടേക്ക് വിട്ടതാരാണ്, അയാളുടെ പാകിസ്ഥാനിലെ യഥാർത്ഥ
ജമാൻ ആരാണ്, അസീം മുനീറുമായി അയാൾക്കുള്ള ബന്ധം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തെളിവടക്കം നമുക്ക് ലോകത്തെ ബോധ്യപ്പെടുത്തണമെങ്കിൽ ഹാഷിം മൂസയെ ജീവനോടെ കിട്ടൽ പ്രധാനമാണ്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഉറപ്പായും ആ സേനയുടെ തെരച്ചിൽ. ഇവരെ കൂടി വിവരം നൽകുന്നവർക്ക് 20 ലക്ഷം രൂപ ഇനാം അടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് ഗോത്രമേഖലകളിൽ അല്ലെങ്കിൽ തദ്ദേശവാസികളിൽ നിന്ന് കിട്ടുന്ന ഇന്ത്യയിലൊക്കെ ശേഖരിച്ചുകൊണ്ട് ഇന്നലെ രാവിലെ 11 മണിക്ക് തുടങ്ങിയ സംയുക്ത ഓപ്പറേഷൻ ഈ സമയവും വളരെ സജീവമായി തന്നെ ആ വനമേഖലയിൽ തുടർന്നുകൊണ്ടിരിക്കും. നമ്മൾ ആ വനമേഖലയ്ക്ക് താഴെ എന്ന് പറഞ്ഞാൽ അവിടെയല്ല, ഈ പറയുന്ന അപ്പർ ഹിമാലയസ്, ലോവർ ഹിമാലയാസിന്റെ വനമേഖലയിൽ നമ്മൾ പോയതാണ്. എന്ന് പറഞ്ഞാൽ വലിയ പൈൻമരങ്ങൾ ആഞ്ഞു നിറഞ്ഞ അങ്ങനെ ഘോര വനാന്തരമാണ്. നമുക്കൊന്നും സാധാരണ ഇതിൽ അകത്തെ കടക്കാൻ പോലും കഴിയാത്ത ഘോര വനാന്തരമാണ്. അവിടെ ഈ ഓപ്പറേഷൻ അവിടെ നടക്കുന്നുണ്ട്. എന്തായാലും അതിർത്തി മേഖലയിലേക്ക് നോക്കിയാൽ വിജയകുമാർ, ഉറപ്പായി നമ്മൾ ഈ ബാരാമുള്ളയിലോട്ടൊക്കെ ഇന്നലെ ബാരാമുള്ള ഉറിയിലും പോയതാണ്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും നമുക്ക് അവിടെ കണ്ട കാഴ്ചകൾ പൂർണ്ണാർത്ഥത്തിൽ പറയാൻ കഴിയില്ലെങ്കിലും 100% ഒരു ഒരുക്കം ഇവിടെ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. ഇനി അതിർത്തിക്ക് അപ്പുറത്തേക്ക് നോക്കിയാൽ പാകിസ്ഥാൻ വല്ലാത്ത രീതിയിൽ പരിഭ്രാന്തരാണ്. അവർ ഈ പറയുന്ന സെക്ടറിലേക്ക് സിയാൽകോട്ടിലേക്ക് റഡാർ സംവിധാനങ്ങൾ എത്തിക്കുന്നു. ബലൂചിസ്ഥാനിൽ ഉണ്ടായിരുന്ന സൈന്യത്തെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. അവരുടെ പ്രതികരണങ്ങളൊക്കെ അങ്ങേയറ്റം പരിഭ്രാന്തിയുണ്ട്. അത് ഡൽഹിയിൽ നടക്കുന്ന തിരക്കിട്ട ചർച്ചകൾ, ഡൽഹിയിൽ നടക്കുന്ന സ്വിഫ്റ്റായ നീക്കങ്ങൾ, പാകിസ്ഥാനെ ഉണ്ടാക്കുന്ന ഞെട്ടൽ, പാകിസ്ഥാൻ ഉണ്ടാക്കുന്ന വിറയൽ, അത് ചെറുതയല്ല വിജയകുമാർ. യെസ്, ഹാഷ്മി താജ് ഇബ്രാഹിം അനന്തനാഗിൽ നിന്നാണ് വിവരങ്ങൾ നൽകിയത്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഈ ഹാഷിം മൂസ എന്നത് പാകിസ്ഥാനിൽ പരിശീലനം ലഭിച്ച ഒരു കമാൻഡോ ആണ്, ഒരു പാകിസ്ഥാൻ സേനയുടെ ഭാഗമായി തന്നെ പ്രവർത്തിക്കുന്നയാളാണ് എന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ. അയാളെ ജീവനോടെ പിടികൂടുക, അത് ലോകത്തോട് ഇയാൾ പാകിസ്ഥാനിൽ നിന്നുള്ള സേനാംഗമാണ്, ഇയാളാണ് ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയത്, അതിൽ ഇടപെട്ടത് എന്ന് ലോകത്തോട് പറയാൻ വേണ്ടിയാണ് ഈ തെരച്ചിൽ വ്യാപകമാക്കുന്നത്. ഇതിൽ പങ്കെടുത്ത ഭീകരരെ ജീവനോടെ പിടികൂടുക എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു പ്രധാന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ദേശീയ സുരക്ഷാ ഉപദേശക സമിതി കേന്ദ്ര സർക്കാർ പുനഃസംഘടിപ്പിച്ചിട്ടുണ്ട്. അടിയന്തര സാഹചര്യം കണക്കിലെടുത്താണ് ആ നീക്കം. മുൻ റോ മേധാവി അലോക് ജോഷിയെ അതിന്റെ ചെയർമാനായി ഇപ്പോൾ നിയമിച്ചിട്ടുണ്ട്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. അച്യുതൻ, ഇപ്പോഴത്തെ അടിയന്തര സാഹചര്യം മുൻനിർത്തിയാണ് ഈ സുരക്ഷാ ഉപദേശക സമിതി ഇപ്പോൾ തിടുക്കത്തിൽ പുനഃസംഘടിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ ഘടന എങ്ങനെയാണ്, അതിൽ മറ്റാരൊക്കെയാണുള്ളത്? അച്യുതൻ. വിജയകുമാർ, തിരക്കിട്ട നീക്കങ്ങളാണ് ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്നത്. ഈ സുരക്ഷയ്ക്ക് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അഴിച്ചുപണിയും അതുപോലെ തന്നെ കൃത്യമായ മറുപടി നൽകുവാനുള്ള നീക്കങ്ങളും ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. ഇതിന്റെ ഭാഗമായാണ് ദേശീയ സുരക്ഷാ ഉപദേശക സമിതിയെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുനഃസംഘടിപ്പിച്ചിരിക്കുന്നത്. മുൻ റോ മേധാവി അലോക് ജോഷിയെ അതിന്റെ ചെയർമാനായി നിയമിക്കുകയുണ്ടായി. മാത്രമല്ല മറ്റ് അംഗങ്ങളിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. മുൻ വെസ്റ്റേൺ എയർ കമാൻഡർ എയർ മാർഷൽ PM സിൻഹ ഈ പുതിയ പുനഃസംഘടനയുടെ ഭാഗമായി ഈ സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുൻ ദക്ഷിണ കരസേന കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ AK സിംഗ്, റിയർ അഡ്മിറൽ മോണ്ടി ഖന്ന, മുൻ IPS ഉദ്യോഗസ്ഥരായിട്ടുള്ള രാജീവ് രഞ്ജൻ വർമ്മ, മൻമോഹൻ സിംഗ്, IFS ഉദ്യോഗസ്ഥനായിരുന്ന B വെങ്കടേഷ് വർമ്മ എന്നിവരാണ് നിലവിലെ ഈ 7-അംഗ സമിതി ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു ദേശീയ സുരക്ഷാ ഉപദേശക സമിതിയെ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് ഒരു മാറ്റം കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുകയാണ്. ഈ അടിയന്തര സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ സമിതിയടക്കം ഒരു മാറ്റം വരുത്തിയിരിക്കുന്നത്. വിജയകുമാർ. യെസ്, 7-അംഗ സമിതിയാണ് ഇപ്പോൾ പുനഃസംഘടിപ്പിച്ച് ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ അടിയന്തര സാഹചര്യം കണക്കിലെടുത്താണ് കേന്ദ്ര സർക്കാരിന്റെ തിരക്കിട്ട നീക്കങ്ങൾ. പഹൽഗാം കൂട്ടക്കുരുതിക്ക് ശേഷം തുടർച്ചയായ ദിവസങ്ങളിൽ അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘിക്കുകയാണ് പാകിസ്ഥാൻ. 24 മുതൽ 36 മണിക്കൂറുകൾക്കകം ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുമെന്ന് അർദ്ധരാത്രി നടത്തിയ അസാധാരണ വാർത്താ സമ്മേളനത്തിൽ പാക് മന്ത്രി അത്താഉള്ള തടാർ പറഞ്ഞു. കുൽഗാം വനമേഖലയിൽ നിന്ന് രക്ഷപ്പെട്ട ഭീകരവാദികളെ സൈന്യം വളഞ്ഞു. അന്തം വിട്ട പ്രതി എന്തും ചെയ്യുമെന്ന് പറയും മട്ടിലാണ് പാക് സൈന്യത്തിന്റെ മര്യാദയില്ലാത്ത വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾ. തുടർച്ചയായ 6-ാം രാത്രിയും നൌഷേര, സുന്ദർബനി, അഖ്നൂർ സെക്ടറുകൾക്ക് നേരെയും പർഗ്വാൾ സെക്ടറിലും ഉണ്ടായ കരാർ ലംഘനങ്ങൾക്ക് ഇന്ത്യൻ സേന കടുത്ത ഭാഷയിൽ മറുപടി നൽകി. അതിർത്തിയിലെ പ്രകോപനങ്ങൾക്ക് പിന്നാലെ നേതാക്കളുടെ പ്രതികരണങ്ങളിലും പരിഭ്രാന്തി വ്യക്തമാണ്. 24 മുതൽ 34 മണിക്കൂറുകൾക്കുള്ളിൽ ഇന്ത്യൻ സേന ആക്രമിക്കുമെന്ന് കൃത്യമായ വിവരങ്ങൾ കിട്ടിയെന്നാണ് പാതിരാത്രി വാർത്താ സമ്മേളനത്തിൽ വാർത്താവിതരണ മന്ത്രി അത്താഉള്ള തരാർ പറഞ്ഞത്. ആശങ്ക പാക് പ്രതിരോധ മന്ത്രി ഇന്നും ആവർത്തിച്ചു. ഇന്ത്യൻ നീക്കങ്ങൾ അറിയാൻ സിയാൽകോട്ടിൽ റഡാർ സംവിധാനങ്ങൾ എത്തിച്ച പാകിസ്ഥാൻ ബലൂചിസ്ഥാനിൽ വിന്യസിച്ചിരുന്ന 2 കമ്പനി സേനയെ അതിർത്തിയിലേക്ക് അയച്ചു. ഏതു സമയവും എന്തും സംഭവിക്കാമെന്ന പ്രതീതിക്കിടെ മേഖലയിലെ സ്ഥിതി വഷളാക്കരുതെന്ന് ഇരു രാജ്യങ്ങളോടും ആവശ്യപ്പെടുകയാണ് അമേരിക്ക. അതെന്തായാലും ഡൽഹിയിൽ നടക്കുന്ന തിരക്കിട്ട ചർച്ചകളിൽ, മുന്നൊരുക്കങ്ങളിൽ പാകിസ്ഥാന്റെ വല്ലാത്ത ഭയം പ്രകടമാണ്. ഞങ്ങൾ ദൗത്യത്തിന് എപ്പോഴേ തയ്യാറാണ്, ഞങ്ങൾക്ക് എത്തിപ്പെടാനാവാത്തവണ്ണം വിശാലമായ ഒരു കടലുമില്ല എന്നതാണ് ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും ഒടുവിലത്തെ എക്സ്പോസ്റ്റ്. അതിർത്തി ഗ്രാമങ്ങൾ ബങ്കറുകൾ ഒരുക്കി കാത്തിരിക്കുന്നു. സേനാവിഭാഗങ്ങൾ സജ്ജമാണ്. അവർ നോക്കുന്നത് ഒരു ഉത്തരവിനാണ്, ഒരേ ഒരു ഉത്തരവിന്. ജമ്മു കാശ്മീരിൽ നിന്നും ക്യാമറാമാൻ ജോഗേഷ് സിംഗിനൊപ്പം ഹാഷ്മി താജ് ഇബ്രാഹിം, 24.
ലഷ്കർ ഇ തയ്യബ കമാൻഡർ ഫറൂഖ് അഹമ്മദിന് പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രധാന പങ്കെന്ന് NIA. ഇയാൾ പാക് അധീന കാശ്മീരിൽ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നാണ് വിവരം. അതേസമയം ഒരു ദൗത്യവും അകലെയല്ലെന്നും അത്ര വിശാലത ഒരു കടലിനും ഇല്ല എന്ന അടിക്കുറിപ്പുമായി പടക്കപ്പലുകളുടെ ചിത്രം നാവികസേന സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. ബൈസരൻ താഴ്വരയിൽ 26 നിരപരാധികളുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിൽ ലഷ്കർ കമാൻഡർ ഫാറൂഖ് അഹമ്മദ് പ്രധാന പങ്കാളിയെന്നാണ് NIA കണ്ടെത്തൽ. കശ്മീരിലെ കുപ്വാര സ്വദേശിയായ ഫാറൂഖ് അഹമ്മദ് പാക് അധീന കശ്മീരിലെ ഒളിത്താവളത്തിൽ ഇരുന്നാണ് ആക്രമണം ആസൂത്രണം ചെയ്തത് എന്നാണ് വിവരം. കുപ്വാരയിലെ ഇയാളുടെ വീട് തകർത്ത ഏജൻസികൾ നിരവധി കൂട്ടാളികളെ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതേസമയം ഭീകരാക്രമണത്തെ തുടർന്നുള്ള ആശങ്കയിൽ ബുക്കിംഗുകൾ റദ്ദാക്കിയ വിനോദസഞ്ചാരികൾക്ക് ക്യാൻസലേഷൻ ചാർജ് ഉൾപ്പെടെ മുഴുവൻ തുകയും തിരികെ നൽകണമെന്ന് ജമ്മു കശ്മീർ സർക്കാർ നിർദ്ദേശം നൽകി. ഹോട്ടൽ ഉടമകൾക്കും ട്രാവൽ ഏജന്റുമാർക്കും ബോട്ട് ഉടമകൾക്കും ഉൾപ്പെടെയാണ് ഈ നിർദ്ദേശം നൽകിയത്. അതേസമയം അതിർത്തി മുറിച്ചു കടന്നു എന്നാരോപിച്ച് പാക് റേഞ്ചേഴ്സ് കസ്റ്റഡിയിലെടുത്ത BSF ജവാൻ പൂർണ്ണം സഹുവിന്റെ ഭാര്യ രജനി ഉന്നത BSF ഉദ്യോഗസ്ഥരെ കാണാനായി പഞ്ചാബിലെ ഫിറോസ്പൂരിൽ എത്തി. അതിനിടെ പാകിസ്ഥാന് മുന്നറിയിപ്പുമായി ഇന്ത്യൻ നാവികസേന പടക്കപ്പലുകളുടെ ചിത്രങ്ങൾ പങ്കുവച്ചു. ഒരു ദൗത്യവും അതിവിദൂരമല്ല, ഒരു കടലും അതിവിശാലമല്ല. ഇത് നാവികസേനയുടെ മാത്രം അടിക്കുറിപ്പല്ല, പാകിസ്ഥാനുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ കൃത്യമായ മുന്നറിയിപ്പാണ്. മിന്നലാക്രമണത്തിൽ കരസേനയും ബലാക്കോട്ടിൽ വ്യോമസേനയും ഏറ്റെടുത്ത് നടപ്പാക്കിയ തിരിച്ചടി ദൗത്യങ്ങൾ ഇത്തവണ നാവികസേന നടപ്പാക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. അനന്ത്നാഗിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അതൃപ്തി ഉയർന്നതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിച്ച് പങ്കുവച്ച പോസ്റ്റർ പിൻവലിച്ചു കോൺഗ്രസ്. പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം സ്വീകരിച്ച നിലപാട് എല്ലാവരും പിന്തുടരണമെന്ന് ഹൈക്കമാൻഡ് മാർഗനിർദ്ദേശം പുറത്തിറക്കി. പാകിസ്ഥാനും കോൺഗ്രസിനും ഒരേ സ്വരമെന്ന വിമർശനം ആവർത്തിക്കുകയാണ് BJP. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ വിളിച്ച സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കാതെ ബീഹാറിലെ ഒരു റാലിയിൽ പ്രസംഗിക്കാൻ പോയ പ്രധാനമന്ത്രിയുടെ നടപടിയെയാണ് കോൺഗ്രസ് പരിഹസിച്ചത്. നരേന്ദ്രമോദിയുടെ പേരെടുത്തു പറഞ്ഞില്ലെങ്കിലും അദ്ദേഹമെന്ന് തോന്നിക്കുന്ന ചിത്രം പങ്കുവെച്ച് കാണാനില്ലെന്ന് അടിക്കുറിപ്പും നൽകി. കോൺഗ്രസിന്റെ ഔദ്യോഗിക സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ ഈ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ BJPക്കാർ മാത്രമല്ല വിമർശനവുമായി എത്തിയത്. പ്രധാനമന്ത്രി ഡൽഹിയിലുണ്ടെന്ന് തനിക്ക് അറിയാമെന്നായിരുന്നു നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ളയുടെ പോസ്റ്റ്. തൃണമൂൽ കോൺഗ്രസും വിമർശനം ഉന്നയിച്ചു. പാകിസ്ഥാനിൽ നിന്നുള്ള പലരും പോസ്റ്റ് ഏറ്റുപിടിക്കുക കൂടി ചെയ്തതോടെ കോൺഗ്രസ് അപകടം മണത്തു. പിന്നാലെ രാത്രിയോടെ പോസ്റ്റ് പിൻവലിച്ചു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നേതാക്കൾക്കുള്ള മാർഗനിർദ്ദേശം രാവിലെ പുറത്തിറക്കി. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ചേർന്ന വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ പാർട്ടി നിലപാട് പ്രമേയമായി പാസാക്കിയിട്ടുണ്ട്. അതിനപ്പുറം പ്രതികരണങ്ങൾ പാടില്ലെന്നാണ് നിർദ്ദേശം. പാർട്ടി നേതൃത്വവുമായി വേണ്ടത്ര കൂടിയാലോചന ഇല്ലാതെയാണ് പോസ്റ്റർ എത്തിയതെന്നാണ് സൂചന. ഇക്കാര്യത്തിലുള്ള അതൃപ്തി ഹൈക്കമാൻഡ് സമൂഹ മാധ്യമങ്ങളുടെ ചുമതലയുള്ള സുപ്രിയ ശ്രീനാഥയെ അറിയിച്ചതായാണ് വിവരം. പോസ്റ്റർ ജനങ്ങൾക്കിടയിൽ വിപരീത ഫലമുണ്ടാക്കിയെന്നാണ് പാർട്ടി വിലയിരുത്തൽ. 24 ഡൽഹി. ഭീകരവാദികൾക്ക് മതമില്ലെന്നും അവർ ഭീകരർ മാത്രമെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗം മുഹമ്മദ് യൂസഫ് തരിഗാമി 24നോട്. വീട് തകർക്കുകയല്ല, ഭീകരവാദികൾക്കെതിരെ നടപടിയെടുക്കുകയാണ് വേണ്ടത്. ആദ്യമായാണ് ഭീകരവാദത്തിനെതിരെ കശ്മീരിലെ ജനങ്ങൾ സ്വമേധയാ രംഗത്തു വരുന്നതെന്നും മുഹമ്മദ് യൂസഫ് തരിഗാമി പറഞ്ഞു. ജമ്മു കാശ്മീരിൽ നിന്ന് ബൽറാം നെടുങ്ങാടി തയ്യാറാക്കി റിപ്പോർട്ട് കാണാം. You see, as far as the present situation of Kashmir, Jammu Kashmir is concerned, that's quite obvious. It's not good. For terrorists, there is no question of who is Hindu, who is Muslim, who is Sikh. For a terrorist, the only aim is to terrorize the people. The first time Kashmir got together from north to south, they have to make some introspection. They have to examine the situation carefully. This panic reaction, first adopting them, then sending them back to whom? Where will they go? Instead of building shelters, you are demolishing them. Is this the response? Supreme Court has said, our Supreme Court, that every citizen has a right for shelter. But only thing is that don't act in desperation. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ക്രിമിനൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് BA ആളൂർ അന്തരിച്ചു. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് എറണാകുളത്തെ ലിസി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, എന്താണ് സംഭവിച്ചത്? കുറെ ദിവസങ്ങളായി അഡ്വക്കേറ്റ് BA ആളൂർ ചികിത്സയിലായിരുന്നു ആശുപത്രിയിൽ.
വിജയകുമാർ, ഇദ്ദേഹത്തിന് വൃക്ക സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നു. അതേ തുടർന്ന് അദ്ദേഹം കുറച്ചധികം നാളുകളായി ചികിത്സയിലുമായിരുന്നു. എറണാകുളം സിറ്റി ആശുപത്രിയിലാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത്. അവിടെയാണ് അദ്ദേഹത്തിന്റെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നതും. ക്രിമിനൽ അഭിഭാഷകനാണ് അഡ്വക്കേറ്റ് BA ആളൂർ. തൃശൂർ എരുമപ്പെട്ടി സ്വദേശി കൂടിയാണ് ബിജു ആന്റണി ആളൂർ എന്ന BA ആളൂർ. സൗമ്യ വധക്കേസിൽ പ്രതി ഗോവിന്ദച്ചാമിക്ക് വേണ്ടി ഹാജരായത് ആളൂരാണ്. അങ്ങനെയാണ് അദ്ദേഹം പേരെടുക്കുന്നതും അറിയപ്പെടുന്നത്. ഇലന്തൂർ ഇരട്ട നരബലി കേസിലടക്കം ഈ BA ആളൂർ അഭിഭാഷകനായി രംഗപ്രവേശം ചെയ്തിരുന്നു. ഈ തെരഞ്ഞെടുക്കുന്ന കേസുകളുടെ പ്രത്യേകത കൊണ്ട് തന്നെ വലിയ തോതിൽ ചർച്ചയാവുകയും വിവാദമാവുകയും ചെയ്ത പേരുകളിൽ ഒന്നാണ് BA ആളൂരിന്റേത്. ഇപ്പോൾ BA ആളൂർ അന്തരിച്ചിരിക്കുന്നു. ഈ ലിസി ആശുപത്രിയിലാണ് ഇപ്പോൾ മൃതദേഹമുള്ളത്. മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും. ഹൈക്കോടതി അഭിഭാഷകൻ കൂടിയാണ്, അവിടുത്തെ മെമ്പർ കൂടിയാണ് ഈ അഭിഭാഷക അസോസിയേഷനിലെ. അവിടെ ബന്ധപ്പെട്ട അനുശോചനമടക്കം ഇനി ഉണ്ടാകും. ഇപ്പോൾ ലിസി ആശുപത്രിയിൽ മൃതദേഹം സൂക്ഷിച്ചിട്ടുണ്ട്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ. തിരുവനന്തപുരം പോത്തൻകോട് സുധീഷ് കൊലപാതകത്തിൽ പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ. ഒട്ടകം രാജേഷ് ഉൾപ്പെടെ മുഴുവൻ പ്രതികൾക്കും കോടതി ശിക്ഷ വിധിച്ചു. നെടുമങ്ങാട് പട്ടികജാതി വർഗ പ്രത്യേക കോടതിയാണ് ശിക്ഷ വിധിച്ചത്. മംഗലപുരം സ്വദേശി സുധീഷിനെയാണ് 11 പേരടങ്ങുന്ന സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. പ്രതികൾക്ക് വധശിക്ഷ നൽകണമായിരുന്നുവെന്ന് സുധീഷിന്റെ അമ്മ ലീല പറഞ്ഞു. കൊട്ടേഷൻ കൊടുത്താണ് എൻ്റെ മോനെ കൊന്നത്. കൊട്ടേഷൻ കൊടുത്താണ് കൊന്നത്. എൻ്റെ മോനെ എന്തിനാണ് കൊന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ ബന്ധുവിൻ്റെ വീട്ടിൽ രണ്ട് മണിക്ക് ശേഷമാണ് എൻ്റെ മോനെ കൊന്നത്. കാരണം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്ന് വെച്ചാൽ പിന്നെ എന്ത് കാരണമാണെന്നും ഏത് കാരണമെന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്നിട്ട് ഇവനെയൊക്കെ 11 പേരെയും എല്ലു തൂക്കിക്കൊല്ലണം. എൻ്റെ മനസ്സ് തുടിക്കും കണക്ക് അവൻ്റെയൊക്കെ അമ്മേരെയും അച്ഛൻ്റെയും അനിയത്തിമാരെയും ഹൃദയം ഇതേപോലെ നീറണം എന്നാണ് ഞാൻ പറയണത്. എനിക്ക് വിഷമമുണ്ട് എൻ്റെ മോനെ കുറിച്ച്. എൻ്റെ മോൻ എൻ്റെ ഭർത്താവ് എൻ്റെ മൂത്ത ഈ സുധീഷ് മരിക്കുന്ന സമയത്ത് 13 വയസ്സായിരുന്നു. ഈ 13 വയസ്സ് ഞാൻ ചാണാൻ ചേർന്നാണ് എൻ്റെ 3 മക്കളും ഞാൻ ചോദിച്ചത്. എനിക്ക് പറയാൻ ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്തു നിന്ന്. ഷഫീദ്, കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, നമുക്കറിയാം, അതായത് കേരളം അതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലേക്ക് വലിയൊരു ക്രൂരതയായിരുന്നു പോത്തൻകോട് സുധീഷ് കൊലപാതകം. അതായത് ഗുണ്ടാപ്പകയുടെ പേരിൽ 2 ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ തർക്കമുണ്ടാവുകയും അതിനുശേഷം ഈ ഗുണ്ടാ സംഘത്തെ ഭയന്ന് ബന്ധുവീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്ന സുധീഷിനെയാണ് ബൈക്കിലും ഓട്ടോറിക്ഷയിലും എത്തിയ സംഘം 11 സംഘം ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. ശേഷം ഈ സുധീഷിന്റെ കാല് അവിടെ നിന്ന് ഏതാണ്ടൊരു 40 മീറ്റർ അപ്പുറത്തേക്ക് പൊതുസ്ഥലത്തേക്ക് എത്തി വലിച്ചെറിയുന്നതടക്കം CCTV ദൃശ്യങ്ങളിൽ കേരളം കണ്ടതാണ്. ഈ കൊലപാതകത്തിന്റെ ശിക്ഷാവിധിയിൽ ഇന്ന് ശക്തമായ വാദപ്രതിവാദങ്ങൾ നെടുമങ്ങാട് SC കോടതിയിൽ നടന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായും പ്രോസിക്യൂഷൻ ഉയർത്തിയത് ഈ പ്രതികളുടെ മുൻകാല ക്രിമിനൽ പശ്ചാത്തലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കണം എന്നുള്ളതായിരുന്നു. പ്രത്യേകിച്ച് ഈ കേസിലെ 3ാം പ്രതിയായിട്ടുള്ള കുപ്രസിദ്ധ ഗുണ്ട ഒട്ടകം രാജേഷ് 18 കേസുകളിൽ പ്രതിയാണ്. അതിൽ 3 കേസുകൾ കൊലപാതക കേസുകളാണ്. മാത്രമല്ല, ഈ വെട്ടിയെടുത്ത കാല ആഹ്ലാദാരവങ്ങളോട് പ്രദർശിപ്പിക്കുകയും പൊതുസ്ഥലത്ത് വലിച്ചെറിയുകയും ചെയ്ത പൊതുസമൂഹത്തിൽ ഭീതി സൃഷ്ടിക്കുന്ന ഒരു എലമെന്റ് ഉണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ ഗൗരവമായി പരിഗണിച്ച് 1ാം പ്രതി സുധീഷ് ഉണ്ണി, 3ാം പ്രതി ഒട്ടകം രാജേഷ് എന്നിവർക്ക് ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് തന്നെ നൽകണമെന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. എന്നാൽ പ്രതിഭാഗമാകട്ടെ ഈ വിഷയത്തിൽ പ്രതികളുടെ കുടുംബ സാഹചര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്നും മാത്രവുമല്ല ഈ കേസിലെ ദൃക്സാക്ഷികളുടെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ അതും കോടതി മുഖവിലേക്ക് എടുക്കണമെന്നുള്ള കാര്യം പ്രധാനമായും കോടതിയിൽ ഉന്നയിച്ചു. അതിനുശേഷമാണ് നെടുമങ്ങാട് SC കോടതി ഈ കേസിലെ 11 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചിട്ടുള്ളത്. മാത്രവുമല്ല ഈ കേസിൽ പ്രതികൾ 1 ലക്ഷം രൂപ വീതം ഈ കൊല്ലപ്പെട്ട സുധീഷിന്റെ അമ്മയ്ക്ക് നൽകണം എന്നുള്ള കാര്യം കൂടി ഇതിനോടകം തന്നെ കോടതി വിധിച്ചിട്ടുണ്ട്. ഈ പ്രോസിക്യൂഷന്റെ ഇക്കാര്യത്തിലെ, അതായത് വിധിക്ക് ശേഷമുള്ള മറുപടി അല്ലെങ്കിൽ അവരുടെ പ്രതികരണം എന്ന് പറയുന്നത് ഈ കേസ് മാതൃകാപരമായിട്ടുള്ള ശിക്ഷാവിധിയാണ്. കാരണം മാത്രമല്ല ഈ 11 പ്രതികൾക്കും ജീവപര്യന്തം എന്നുള്ളത്, അതിൽ ഈ 10-11 പ്രതികൾ അവരെ നേരിട്ട് കൊലപാതകത്തിന്റെ പ്രൈം സ്പോട്ടിൽ ഉണ്ടായിരുന്ന പ്രതികളായിരുന്നില്ലെന്നടക്കമുള്ള വാദമുണ്ടായിരുന്നു. അവർക്കടക്കം ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് അത് മാതൃകാപരമാണ്, അത് പൊതുസമൂഹത്തിന് വലിയ സന്ദേശം നൽകുന്ന വിധിയാണ് എന്ന് പ്രോസിക്യൂഷൻ T ഗീനാകുമാരിയും പ്രതികരിച്ചിരുന്നു. ഏതായാലും വലിയൊരു ക്രൂരമായിട്ടുള്ള കൊലപാതകത്തിനാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് മുഴുവൻ പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചിട്ടുള്ളത്. വിജയകുമാർ, പ്രതികൾക്ക് വധശിക്ഷ നൽകണം എന്നായിരുന്നു സുധീഷിന്റെ അമ്മ ലീല അതിനുശേഷം പ്രതികരിച്ചത്. ഇതിൽ പ്രധാന പ്രതികൾക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് പ്രോസിക്യൂഷനും കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ജീവപര്യന്തമാണ് പ്രതികൾക്ക് നൽകിയത്. മുഴുവൻ പ്രതികളെയും ശിക്ഷിച്ചു എന്നതുകൊണ്ട് തന്നെ വിധി ഏറെക്കുറെ സ്വീകാര്യമാണെന്ന് ഇപ്പോൾ പ്രോസിക്യൂഷൻ വ്യക്തമാക്കുകയാണ്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.
അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബി സിഇഒയുമായ കെ.എം. എബ്രഹാമിന് ആശ്വാസം. CBI അന്വേഷണം സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. കേസിൽ CBI, ജോമോൻ പുത്തൻപുരയ്ക്കൽ, സംസ്ഥാന സർക്കാർ തുടങ്ങിയവർക്ക് കോടതി നോട്ടീസ് അയച്ചു. മുൻകൂർ പ്രോസിക്യൂഷൻ അനുമതിയില്ലാതെ കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ലെന്നാണ് കെ.എം. എബ്രഹാം വാദിച്ചത്. ഇത് അംഗീകരിച്ചാണ് സുപ്രീം കോടതി നടപടി. കെ.എം. എബ്രഹാമിന് അനുകൂല നിലപാടാണ് കോടതിയിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. കെ.എം. എബ്രഹാമിനെതിരായ കേസ് നിയമപരമായി നിലനിൽക്കില്ലെന്ന് സർക്കാരിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്തയും സ്റ്റാൻഡിംഗ് കൗൺസിൽ CK ശശിയും ചൂണ്ടിക്കാട്ടി. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും ഹർജിക്കാരനായ ജോമോൻ പുത്തൻപുരയ്ക്കലിന് തന്നോട് വൈരാഗ്യമെന്നും കെ.എം. എബ്രഹാം ചൂണ്ടിക്കാട്ടി. CBI, ജോമോൻ പുത്തൻപുരയ്ക്കൽ, സംസ്ഥാന സർക്കാർ തുടങ്ങിയവർക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. ജോമോൻ പുത്തൻപുരയ്ക്കൽ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത്. കെ.എം. എബ്രഹാം 2015 ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്നായിരുന്നു ആരോപണം. CBI അന്വേഷണത്തിന് ഉത്തരവിട്ട കേരള ഹൈക്കോടതി വിധിയാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. 24 ഡൽഹി. വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ്ങിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കില്ല. അപമാനിക്കാനുള്ള സർക്കാരിന്റെ നീക്കത്തിന് നിന്നുകൊടുക്കേണ്ട എന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. വല്ലവരും ചെയ്തതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ശ്രമിക്കുകയാണ് മുഖ്യമന്ത്രിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. അതേസമയം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പരസ്യത്തിൽ കേരള സർക്കാരിനെ പറ്റി പരാമർശമില്ല. വിവാദമായപ്പോൾ മാത്രമാണ് വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചതെന്നാണ് കോൺഗ്രസിനുള്ളിലെ പൊതുവികാരം. തനിക്ക് കിട്ടിയ കത്തിൽ എവിടേക്കാണ് വരേണ്ടതെന്ന് പോലുമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. എന്ത് ക്ഷണക്കത്താണ് എനിക്ക് അയച്ചിരിക്കുന്നത്? ഞാൻ ആ കത്ത് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ അങ്ങനെ പോകുമെന്ന് നിങ്ങൾ ആലോചിക്കുക. എന്ത് ക്ഷണക്കത്താണ് എനിക്ക് അയച്ചത്? ഒരു പ്രോഗ്രാം പോലും എനിക്ക് അയച്ചിട്ടില്ല. 2-ാം തീയതി പ്രധാനമന്ത്രിയുടെ പരിപാടി നടക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ പരിപാടി നടക്കുന്നതിന്റെ തലേദിവസമാണ് എനിക്ക് കത്തയക്കുന്നത്. വിഴിഞ്ഞത്തിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാനാണ് സർക്കാരിന്റെ ശ്രമമെന്നും പ്രതിപക്ഷ നേതാവ്. ഇപ്പോൾ അത് യാഥാർത്ഥ്യമാവുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ പോകുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രത്തെ കേരളത്തിലെ ജനങ്ങളെ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തും. 8 കാലം മുമ്പ് ഈ സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യവും വിഴിഞ്ഞം പദ്ധതിയുമായിട്ട് ചെയ്തിട്ടില്ല. കത്തയച്ചതിന്റെ പേരിൽ മാത്രം പങ്കെടുക്കണമെന്ന അഭിപ്രായം തങ്ങൾക്കില്ലെന്ന് രമേശ് ചെന്നിത്തലയും K. മുരളീധരനും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചു. ഇതിനിടെ പദ്ധതിയുടെ ക്രെഡിറ്റ് അവകാശപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ പരസ്യം പുറത്തിറങ്ങി. തുറമുഖം വികസിത് ഭാരതിന്റെ ഭാഗമെന്ന തലക്കെട്ടോടെയാണ് പരസ്യം. 18,000 കോടി രൂപ പദ്ധതിക്ക് ചെലവായി എന്നും പരസ്യത്തിൽ പറയുന്നു. പ്രധാനമന്ത്രിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിൽ പിണറായി വിജയൻ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. കാരണം അവർ തമ്മിലുള്ള കൂട്ടുകെട്ട് അത്ര ആഴത്തിലുള്ളതാണ്. അതേസമയം ശശി തരൂർ MP, M. വിൻസെന്റ് MLA എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. 24 തിരുവനന്തപുരം. വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിംഗ് ചടങ്ങിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് ക്ഷണം. പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് നിർദ്ദേശിച്ചതെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവിന്റെ പേര് നിർദ്ദേശിച്ചത് സംസ്ഥാനമാണ്. എന്നാൽ വേദിയിൽ ആരൊക്കെ ഇരിക്കണമെന്ന് തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണെന്നും VN വാസവൻ വ്യക്തമാക്കി. നമ്മൾ വിളിക്കാത്തതല്ലാതെ അവിടുന്ന് നിർദ്ദേശിച്ച ലിസ്റ്റിൽ ഇല്ല, ഇവിടുന്ന് വിളിക്കണം എന്ന് അവർ നിർദ്ദേശിച്ചു. അതെ, അതായത് കേന്ദ്രമന്ത്രിയായിരുന്നത് കൊണ്ടാണ്. മുൻ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ കൂടി വിളിക്കണം നിർദ്ദേശിച്ചാൽ പിന്നെ നമുക്ക് ആ കാര്യത്തിൽ എന്താ തർക്കം? ഇല്ല, മറുപടി ഇങ്ങോട്ട് വന്നില്ല. ഞങ്ങൾക്കിവിടെ കേന്ദ്രത്തിൻ്റെ പരിപാടി നിഷ്കർഷിച്ച് തന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് കത്ത് കൊടുത്തു. ഉറപ്പിച്ച സമയത്ത് തന്നെ എൻ്റെ ലെറ്റർപാടിൽ ഞാൻ കത്ത് കൊടുത്തിരിക്കുന്നത്. തിരിച്ചു വരുമ്പോൾ മറുപടി തന്നില്ല. N. പ്രശാന്ത് IAS സസ്പെൻഷൻ പിൻവലിച്ചേക്കും. പ്രശാന്തിനെ തിരിച്ചെടുക്കുന്നതിനെ അനുകൂലിച്ച് ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകി. റിപ്പോർട്ട് പരിഗണിച്ച് മുഖ്യമന്ത്രി അന്തിമ തീരുമാനമെടുക്കും. സമൂഹമാധ്യമങ്ങളിലൂടെയുള്ള വിമർശനത്തിന്റെ പേരിലാണ് N. പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തത്. സസ്പെൻഷൻ കാലാവധി 6 മാസം തികയുമ്പോഴാണ് നടപടി പിൻവലിക്കുന്നതിനെ അനുകൂലിച്ച് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ റിപ്പോർട്ട് നൽകിയത്. റിപ്പോർട്ട് നൽകുന്നതിന് മുൻപ് ചീഫ് സെക്രട്ടറി പ്രശാന്തിന്റെ ഹിയറിംഗ് നടത്തിയിരുന്നു. സർക്കാരിനെയോ സർക്കാരിന്റെ നയങ്ങളെയോ വിമർശിച്ചിട്ടില്ല എന്നാണ് പ്രശാന്തിന്റെ വാദം. സസ്പെൻഷൻ കാലാവധി 6 മാസം പിന്നിട്ടാൽ കേന്ദ്ര പേഴ്സണൽ ട്രെയിനിംഗ് മന്ത്രാലയത്തിൽ നിന്ന് സർക്കാരിനോട് വിശദീകരണം ആരായാൻ സാധ്യതയുണ്ട്. ഇതുകൂടി കണക്കിലെടുത്താണ് സസ്പെൻഷൻ പിൻവലിക്കണമെന്ന ശുപാർശ ചീഫ് സെക്രട്ടറി കൈമാറിയതെന്നാണ് സൂചന. ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്മേൽ മുഖ്യമന്ത്രിയാണ് അന്തിമ തീരുമാനമെടുക്കുക. സാധാരണ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രി ശരിവയ്ക്കുകയാണ് പതിവ്. സസ്പെൻഷൻ പിൻവലിക്കുമ്പോൾ പ്രശാന്തിന് കൃഷിവകുപ്പിൽ തന്നെ നിയമനം നൽകേണ്ടി വരും.
കൃഷിവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായി ഇരിക്കെയാണ് പ്രശാന്ത് നടപടി നേരിട്ടത്. പ്രശാന്ത് കൃഷിവകുപ്പിൽ നിയമിതനായിട്ട് 2 വർഷം തികഞ്ഞിട്ടില്ല. 2 വർഷം തികയാതെ ഡോക്ടർ ബി അശോകിനെ ട്രാൻസ്ഫർ ചെയ്തത് കോടതി സ്റ്റേ ചെയ്തിരുന്നു. ഇതേ കേസിൽ ചീഫ് സെക്രട്ടറി കോടതി അലക്ഷ്യം നേരിടുന്നുമുണ്ട്. 24 തിരുവനന്തപുരം. പുലിപ്പല്ല് കൈവശം വെച്ച കേസിൽ റാപ്പർ വേടനെ തൃശൂരിലെത്തിച്ച് തെളിവെടുത്തു. വിയൂരിലെ ജ്വല്ലറിയിലും കോലഴിയിലെ വീട്ടിലും എത്തിച്ചായിരുന്നു തെളിവെടുപ്പ്. പുലിപ്പല്ലാണ് എന്നറിയാതെയാണ് ലോക്കറ്റ് ഉണ്ടാക്കി നൽകിയത് എന്ന് കടയുടമ സന്തോഷ് കുമാർ പറഞ്ഞു. വേടന് പുലിപ്പല്ല് സമ്മാനമായി നൽകിയ രഞ്ജിത്ത് കുമ്പിടിക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കുന്നതിനിടയിലാണ് മറുതലക്കലിൽ വനം വകുപ്പിന്റെ തെളിവ് ശേഖരണം. വിയൂരിലെ ജുവലറിയിൽ നിന്നായിരുന്നു പുലിപ്പല്ലിൽ വെള്ളി കെട്ടിയത്. ജുവലറിയിൽ എത്തിച്ച വേടൻ ഇവിടെ നിന്നാണ് വെള്ളി കെട്ടിയതെന്ന് സമ്മതിച്ചു. അതിനിടെ യഥാർത്ഥ പുലിപ്പല്ലാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല ലോക്കറ്റ് നിർമ്മിച്ചു നൽകിയതെന്ന് ജുവലറി ഉടമ സന്തോഷ് കുമാർ. ഇല്ല, ആളെനിക്ക് വേണ്ടതൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് ആള് ട്രെൻഡിങ് ആയപ്പോഴാണ് നമുക്ക് ആളാണെന്ന് മനസ്സിലായത്. നമുക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് കല്ല് കെട്ടാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സന്തോഷിനെ വനം വകുപ്പ് സാക്ഷിയാക്കിയേക്കുമെന്നാണ് വിവരം. അതിനിടെ കോലഴിയിലെ വീട്ടിലെത്തിച്ചും തെളിവെടുത്തു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ വേടൻ പാവങ്ങളാണെന്നും വീട്ടുകാരെ ചോദ്യം ചോദിച്ച് ഉപദ്രവിക്കരുതെന്നും മാധ്യമങ്ങളോട് പറഞ്ഞു. വേടന്റെ ജാമ്യാപേക്ഷ വെള്ളിയാഴ്ച പരിഗണിക്കാനിരിക്കെ അതുവരെ ജയിലിൽ കഴിയേണ്ടി വരും. 24 തൃശൂർ. റാപ്പർ വേടന്റെ ആദ്യ ലവ് സോങ് മോണോലോവ റിലീസ് ചെയ്തു. ഇനിയും നല്ല പാട്ടുകൾ ഉണ്ടാകുമെന്നും കാത്തിരിക്കുക എന്നും ആരാധകരോട് വേടൻ. ഒരുത്തി കള്ളിക്കാട്ടില് മുള്ളു ചെടി പോലൊരുത്തി, ഒരുത്തി കണ്ണാടി നെഞ്ചില് കല്ല് വീണ പോലൊരുത്തി, ഒരുത്തി മുന്തിരി കള്ള് കണ്ണുകൊണ്ടെന്നെ മയക്കി മയക്കി എണ്ണ കറുപ്പിയേ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു 2ാം പിറവിയേ, ഇത് 2ാം പിറവിയേ. എണ്ണ കറുപ്പിയേ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു 2ാം പിറവിയേ, ഇത് 2ാം പിറവിയേ. കുപ്പത്തൊട്ടിയിൽ മാണിക്കത്തെ കണ്ടുപിടിച്ചവൾ, അതിനെ മിന്നല് കൊണ്ട് നൂലിൽ കോർത്ത് നെഞ്ചിലണിഞ്ഞവൾ, കത്തിയെരിയും സൂര്യനെ പൊട്ടുപോലെ തൊട്ട് നിന്റെ പട്ടുപോലത്തെ വിരല് കൊണ്ടാൽ പാറകല്ലും പൊട്ടും. നിന്നെ ബാങ്കോക്ക് വരച്ചതോ മെർലിൻ മാൻഡ്രോ, വീണ്ടും മണ്ണിൽ ജനിച്ചതോ സൂഫി കവിത മുന്നിൽ പെണ്ണായി നടന്നതോ. കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി ഫ്ളാറ്റിൽ സംവിധായകരെ പിടികൂടിയ സംഭവത്തിൽ ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയും എക്സൈസ് വീണ്ടും വെളുപ്പിക്കും. ഫ്ളാറ്റ് ഉടമയായ സംവിധായകൻ സമീർ താഹിറിന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകി. സംവിധായകർക്ക് കഞ്ചാവ് വിൽപ്പനക്കാരനെ പരിചയപ്പെടുത്തിയ കൊച്ചി സ്വദേശിയെയും ചോദ്യം ചെയ്യും. ഫ്ളാറ്റ് ഉടമയും സംവിധായകനുമായ സമീർ താഹിറിനോട് 7 ദിവസത്തിനുള്ളിൽ ഹാജരാകാനാണ് എക്സൈസ് നിർദ്ദേശിച്ചിരിക്കുന്നത്. സമീർ താഹിറിനെ ചോദ്യം ചെയ്ത ശേഷം ഖാലിദ് റഹ്മാനെയും അഷ്റഫ് മുഹമ്മദിനെയും വീണ്ടും വിളിപ്പിക്കും. സംവിധായകർക്ക് കഞ്ചാവ് വിൽപ്പനക്കാരനെ പരിചയപ്പെടുത്തിയ കൊച്ചി സ്വദേശിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. 1.5 മാസമായി ഫ്ളാറ്റിൽ ലഹരി ഉപയോഗം നടക്കുന്നതായി വിവരം ലഭിച്ചിരുന്നുവെന്ന് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ പറഞ്ഞു. 1 മാസം 1.5 മാസമായിട്ട് ഇത് ഒബ്സർവ് ചെയ്യേണ്ട ആ ഫ്ലാറ്റ് നമ്മുടെ ഇത് ഇൻഫർമേഷനിൽ ഇത് കഞ്ചാവൊന്നുമല്ല, വേറെ വലിയ ലഹരിയായിരുന്നു. അത് ഞങ്ങൾ പോയത്. അവിടെ പലരും വന്ന് പോകുന്നുണ്ട്. അപ്പം ചിലപ്പോൾ നമ്മൾ നോക്കേണ്ടി വരും, CCTV നോക്കേണ്ടി വരും. ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട പ്രതികരണവുമായി സിനിമാ മേഖലയിൽ നിന്ന് കൂടുതൽ പേർ രംഗത്തെത്തി. ലഹരി ആരുപയോഗിച്ചാലും തെറ്റാണെന്ന് നടൻ അജു വർഗീസ് പറഞ്ഞു. ലഹരി ഈസ് നോട്ട് ഗുഡ് ഫോർ ദ സൊസൈറ്റി. ഏത് ലഹരി അപ്പം അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഡിബേറ്റബിൾ ആണ്. നമുക്കിന്ന് നമ്മളുടെ സിഗരറ്റും മദ്യവും എല്ലാം വിൽക്കുന്നതും ലഹരിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണെന്നുള്ളത് തിരിച്ചൊരു ചോദ്യമായിട്ട് വരാം. സോ എല്ലാ ലഹരി എന്ന് പറയുമ്പോൾ എല്ലാം ഉൾപ്പെടണം. ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും ഉൾപ്പെടെ 3 പേരിൽ നിന്നായി 1.6 ഗ്രാം കഞ്ചാവാണ് എക്സൈസ് പിടികൂടിയത്. 24 കൊച്ചി. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടൻ ശ്രീനാഥ് ഭാസിയെ സാക്ഷിയാക്കും. ശ്രീനാഥ് ഭാസിയെ അന്വേഷണ സംഘം അടുത്ത ദിവസം വീണ്ടും വിളിച്ചു വരുത്തും. അതേസമയം കേസിലെ പ്രതികളായ തസ്ലീമ സുൽത്താനയുടെയും ഭർത്താവ് സുൽത്താന്റെയും ജാമ്യാപേക്ഷ കോടതി തള്ളി. കേസിൽ നടന്മാരായ ഷൈം ടോം ചാക്കോയെയും ശ്രീനാഥ് ഭാസിയെയും ചോദ്യം ചെയ്തെങ്കിലും ലഹരി ഇടപാടുമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ നിലവിൽ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. പിന്നാലെയാണ് നടൻ ശ്രീനാഥ് ഭാസിയെ സാക്ഷിയാക്കാൻ അന്വേഷണ സംഘം നീങ്ങുന്നത്. മുഖ്യപ്രതി തസ്ലീമയും താരങ്ങളും നടത്തിയ വാട്സപ്പ് ചാറ്റ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. ഹൈബ്രിഡ് വേണോ എന്ന തസ്ലീമയുടെ ചോദ്യത്തിന് വെയിറ്റ് എന്നായിരുന്നു ശ്രീനാഥ് ഭാസിയുടെ മറുപടി. ശ്രീനാഥ് ഭാസിയെ അന്വേഷണ സംഘം അടുത്ത ദിവസം വീണ്ടും വിളിച്ചു വരുത്തും. കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്ത് വിട്ടയച്ച മോഡൽ സൗമ്യയെ അടുത്ത ദിവസം വീണ്ടും ചോദ്യം ചെയ്യും. അതേസമയം കേസിലെ പ്രതികളായ തസ്ലീമ സുൽത്താന, ഭർത്താവ് സുൽത്താൻ എന്നിവരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. 24 ആലപ്പുഴ.
കായംകുളം MLA യു പ്രതിഭയുടെ മകൻ കനിവിനെ കഞ്ചാവ് കേസിൽ നിന്ന് ഒഴിവാക്കി എക്സൈസ് കുറ്റപത്രം. 1ഉം 2ഉം പ്രതികളിൽ നിന്നും മാത്രമാണ് കഞ്ചാവ് പിടികൂടിയത് എന്നാണ് അമ്പലപ്പുഴ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ എക്സൈസ് പറയുന്നത്. ഡിസംബർ 28-നാണ് കനിവ് ഉൾപ്പെടെയുള്ള 9 അംഗ സംഘത്തെ തകഴി വിരിപ്പാലയിൽ വെച്ച് കഞ്ചാവുമായി എക്സൈസ് പിടികൂടിയത്. സംഭവം വാർത്തയായതോടെ എക്സൈസിനെയും മാധ്യമങ്ങളെയും കുറ്റപ്പെടുത്തി യു പ്രതിഭ MLA രംഗത്തെത്തി. എന്നാൽ MLAയുടെ മകൻ ഉൾപ്പെടെ 9 പേരെ പ്രതിചേർത്ത് എക്സൈസ് ക്രൈം ആൻഡ് ഒക്കറൻസ് റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തു. തുടരന്വേഷണത്തിൽ റേഞ്ച് CIക്ക് മേൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടായെന്നാണ് ആക്ഷേപം. 1ഉം 2ഉം പ്രതികളിൽ നിന്ന് മാത്രമാണ് കഞ്ചാവ് പിടികൂടിയത് എന്നാണ് കുറ്റപത്രം. കനിവ് ഉൾപ്പെടെ 3 മുതൽ 9 വരെയുള്ള പ്രതികൾ കഞ്ചാവ് ഉപയോഗിച്ചതിന് തെളിവില്ല. ഇതിനായി മെഡിക്കൽ പരിശോധനയും നടത്തിയിട്ടില്ല. 9 പേരടങ്ങുന്ന സംഘം കഞ്ചാവ് വലിക്കുന്നത് കണ്ടതായുള്ള 2 പേരുടെ സാക്ഷിമൊഴിയും അട്ടിമറിക്കപ്പെട്ടു. കേസിൽ ഇടക്കാല റിപ്പോർട്ടും ഇന്ന് കുറ്റപത്രവും ആലപ്പുഴ എക്സൈസ് നർക്കോട്ടിക് സെൽ CI മഹേഷ് സമർപ്പിച്ചു. 24 ആലപ്പുഴ. ഷൂട്ടിംഗ് പരിശീലകൻ ദ്രോണാചാര്യ പ്രൊഫസർ സണ്ണി തോമസ് അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് 85-ാം വയസ്സിൽ കോട്ടയം ഉഴവൂരിലെ വീട്ടിലായിരുന്നു അന്ത്യം. ഒളിമ്പിക്സ് സ്വർണ്ണമടക്കം അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യ 100-ലധികം മെഡലുകൾ നേടിയത് സണ്ണി തോമസിന്റെ ശിക്ഷണത്തിലായിരുന്നു. ഇന്ത്യൻ ഷൂട്ടിങ്ങിന്റെ ദ്രോണാചാര്യൻ. മെഡൽ മുഴക്കത്തിലേക്ക് ലക്ഷ്യം തെറ്റാതെ കാഞ്ചിവലിക്കാൻ അനേകം ശിഷ്യരെ പ്രാപ്തരാക്കിയ പ്രൊഫസർ സണ്ണി തോമസിനേക്കാൾ ദ്രോണാചാര്യൻ എന്ന വിശേഷണം മറ്റാർക്ക് ചേരുമെന്നത് സംശയം. അഭിനവ് ബിന്ദ്ര, ജസ്പാൽ റാണ, രാജ്യവർദ്ധൻ സിംഗ് റാത്തോർ, അഞ്ജലി ഭാഗവത്, ഗഗൻ നാരംഗ്, ഇതിഹാസങ്ങളായ ഈ ശിഷ്യഗണങ്ങളുടെ പേരുകൾ മതി സണ്ണി തോമസിന്റെ തലപ്പൊക്കം മനസ്സിലാക്കാൻ. പത്താം വയസ്സിൽ നാടൻ തോക്കിലായിരുന്നു ആദ്യ പരീക്ഷണം. കോട്ടയം റൈഫിൾ ക്ലബിൽ ചേർന്നതോടെ അത് ശാസ്ത്രീയമായി. പിന്നീട് ഇംഗ്ലീഷ് അധ്യാപകനായപ്പോഴും തോക്കിനോടുള്ള കമ്പം വിട്ടില്ല. 5 തവണ സംസ്ഥാന ചാമ്പ്യനും 1976-ൽ ദേശീയ ചാമ്പ്യനുമായി. 1993-ലാണ് ദേശീയ ഷൂട്ടിംഗ് പരിശീലകനായി സണ്ണി തോമസ് അവരോധിക്കപ്പെടുന്നത്. ലക്ഷ്യമില്ലാതെ വെടിയുതിർത്ത് നടന്നിരുന്ന ഇന്ത്യൻ ഷൂട്ടിങ്ങിന് അദ്ദേഹം നേർവഴി കാണിച്ചു. ചൈനീസ് ആധിപത്യത്തിന് വെല്ലുവിളി ഉയർത്തി ഇന്ത്യ വെടിയുതിർത്തു. മെഡലുകൾ വരിവരിയായി എത്തി. 2004-ൽ രാജ്യവർദ്ധൻ സിംഗ് റാത്തോറിലൂടെ ആദ്യ ഒളിമ്പിക് വ്യക്തിഗത വെള്ളി. 2008-ൽ അഭിനവ് ബിന്ദ്രയിലൂടെ രാജ്യത്തിന്റെ ആദ്യ ഒളിമ്പിക് സ്വർണം. 2012-ൽ 2 മെഡലുകൾ കൂടി. ഇങ്ങനെ അന്താരാഷ്ട്ര വേദിയിൽ 100-ലധികം മെഡലുകളാണ് സണ്ണി തോമസിന്റെ ശിക്ഷണത്തിൽ ഇന്ത്യ വെടിവെച്ചിട്ടത്. ഒടുവിൽ 2014-ൽ 19 വർഷം നീണ്ട പരിശീലക ജീവിതത്തിന് അവസാനമിട്ട അദ്ദേഹം തോക്കു താഴെ വെച്ചു. ഇപ്പോൾ ജീവിതത്തിൽ നിന്നും കാലം എത്ര കഴിഞ്ഞാലും ഇന്ത്യൻ കായിക ചരിത്രത്തിൽ മുഴങ്ങുന്ന ഓർമ്മയായി പ്രൊഫസർ സണ്ണി തോമസ് ഉണ്ടാകും. സ്പോർട്സ് ഡെസ്ക് 24. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് കൊടിയേറ്റം. പ്രധാന പങ്കാളികളായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും ഘടകക്ഷേത്രങ്ങളിലുമാണ് പൂരം കൊടിയേറിയത്. ഇനിയുള്ള ഒരാഴ്ച തൃശൂർ പൂരലഹരിയിൽ. ആർപ്പുവിളികളും ആരവങ്ങളുമായി തൃശൂർ അങ്ങനെ ഒരു പൂരക്കാലത്തെ കൂടി വരവേറ്റു. പൂരത്തിന്റെ വരവറിയിച്ച ആദ്യം തിരുവമ്പാടിയിൽ കൊടിയേറി. പിന്നാലെ പൂരാവേശ മലതല്ലി പാറമേക്കാവിലും കൊടിയേറ്റ്. പൂരത്തിന് വരുന്ന എല്ലാവരെയും സ്വീകരിക്കുകയും എല്ലാവർക്കും പൂരം കാണാനുള്ള സൗകര്യവുമാണ് ഇക്കുറി ഒരുക്കുന്നതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വരുന്നവരെ മുഴുവൻ സ്വീകരിച്ച് എല്ലാവർക്കും നിന്ന് ഒരുപോലെ ആസ്വദിച്ച് കാണാവുന്ന ഒരു പൂരമാണ് തൃശ്ശൂരിൽ ഞങ്ങൾ വിഭാവനം ചെയ്യുന്നത്. ഇക്കുറി പുതുമകളേറെ എന്ന തിരുവമ്പാടി ദേവസ്വം. വളരെ ആവേശത്തോടുകൂടി തൃശ്ശൂർ പൂരത്തിൻ്റെ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ കൊടിയേറ്റ ചടങ്ങാണ് അവിടെ നടന്നത്. ഉദ്ദേശിച്ച മുഹൂർത്തത്തിൽ തന്നെ വളരെ ഭംഗിയായി അടുക്കും ചിട്ടയോടും കൂടി ആ ചടങ്ങ് നടന്നു. രാജ്യത്തിൻ്റെ ഏത് മുക്കും മൂലയിലും മലയാളികളുണ്ടോ അവിടെ നിന്നെല്ലാം ഇവിടെ ഈ പൂരത്തിന് ആഘോഷപൂർവ്വം വരുന്ന ആ ഒരു വലിയൊരു സന്തോഷമായ നിമിഷം നമുക്ക് കാണാൻ സാധിക്കും. 4-നാണ് സാമ്പിൾ വെടിക്കെട്ട്. 5-ന് കൊമ്പൻ എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരം നട തുറന്ന് നിലപാട് തറയിലെത്തി ശംഖു വിളിച്ച് പൂരവിളംബരം നടത്തും.
6-നാണ് തൃശൂർ പൂരം. കുടമാറ്റത്തിലും വെടിക്കെട്ടിലും ഉൾപ്പെടെ പല സസ്പെൻസുകളും കരുതി വയ്ക്കുന്നുണ്ട് പാറമേക്കാവും തിരുവമ്പാടിയും. 24 തൃശൂർ. ആന്ധ്രാപ്രദേശിൽ ക്ഷേത്രമതിൽ തകർന്നു വീണ് 8 പേർക്ക് ദാരുണാന്ത്യം. വിശാഖപട്ടണം ശ്രീ വരാഹലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിലായിരുന്നു അപകടം. 4 പേർ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. പ്രസിദ്ധമായ വിശാഖപട്ടണം ശ്രീവരാഹലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ ചന്ദനോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയ ഭക്തരാണ് അപകടത്തിൽപ്പെട്ടത്. ക്ഷേത്ര ദർശനത്തിനായി കൂപ്പൺ എടുക്കാൻ ക്യൂവിൽ നിന്നവർക്ക് മേലാണ് രാത്രി 2:30 മതിലിടിഞ്ഞു വീണത്. 3 ആഴ്ച മുൻപ് മാത്രം കെട്ടിയ മതിൽ കനത്ത മഴയിൽ ഇടിഞ്ഞു വീഴുകയായിരുന്നു. മരിച്ചവരിൽ 5 പേർ സ്ത്രീകളാണ്. NDRF, SDRF സംഘങ്ങളും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ആഭ്യന്തരമന്ത്രി അനിത, വിശാഖപട്ടണം ജില്ലാ കളക്ടർ എന്നിവർ അപകടസ്ഥലം സന്ദർശിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകുമെന്നും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു പറഞ്ഞു. 24 ചെന്നൈ. IPL-ൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വൈകിട്ട് 7:30 ചെപ്പോക്കിലെ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. 9 കളികളിൽ 2 ജയം മാത്രമുള്ള ചെന്നൈ തോറ്റാൽ പ്ലേ ഓഫ് കാണാതെ പുറത്താകും. ഫുട്ബോൾ ഇതിഹാസം IM വിജയന്റെ 38 വർഷം നീണ്ട പോലീസ് സർവീസിന് ഇന്ന് അവസാനമാകും. വിരമിച്ചാലും തന്നിലെ ഫുട്ബോൾ അവസാനിക്കുന്നില്ല എന്നും കുട്ടികൾക്കായി അക്കാദമി സ്ഥാപിക്കുകയാണ് ലക്ഷ്യമെന്നും IM വിജയൻ 24-നോട് പറഞ്ഞു. ഗുഡ് മോർണിംഗ് വിത്ത് ശ്രീകണ്ഠൻ നായർ ഷോയിൽ അതിഥിയായി എത്തിയപ്പോഴാണ് IM വിജയന്റെ ഈ പ്രതികരണം. രാജാട്ടിനായിട്ട് റവന്യൂ മിനിസ്റ്ററായിട്ട് സംസാരിച്ചിട്ടുണ്ട്. സത്യമായിട്ട് എനിക്കൊരു നല്ലൊരു സ്ഥലം കിട്ടാൻ തീർച്ചയായിട്ടും നല്ലൊരു അക്കാഡമി ഞാൻ തുടങ്ങും. നല്ല റെസിഡൻസ് അക്കാഡമി, അല്ലാണ്ട് ഇങ്ങനെ ആഴ്ചയിൽ 1 ദിവസമോ 2 ദിവസമല്ല, നല്ല റെസിഡൻസ് അക്കാഡമി തുടങ്ങാമെന്നുള്ളൊരു പ്ലാനുണ്ട്. അപ്പോൾ കുറച്ച് സമയം പിടിക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു അക്കാഡമി തുടങ്ങും ചേട്ടാ. ഇനി കാലാവസ്ഥ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. നോക്കാം സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇതോടെ വാർത്താമഴ അവസാനിക്കുന്നു.